Hi all, welcome our channel. ഈ വ്ലോഗ് എന്നാണ് ഞാനിപ്പോൾ മധൂത്ത് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്കായി കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് രണ്ട് വലിയ സവോള ചെറിയ പീസുകളായി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം, പിന്നെ 2-3 ഏലക്ക, കുറച്ച് കുരുമുളക്, എല്ലാ ഹോൾ സ്പൈസസും ചേർത്ത ശേഷം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. ഇനി 2 ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല റെഡ് കളർ ടൊമാറ്റോയാണ് ഇതിന് നല്ല പഴുത്ത ടൊമാറ്റോ. ഞാൻ മട്ടനിലാണ് ഈ മധൂത്ത് ബിരിയാണി തയ്യാറാക്കുന്നത്. അതിലേക്കായി 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മട്ടൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മസാലയൊക്കെ നന്നായി പിടിക്കും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വേകാൻ ഉള്ള ടൈം എത്രയാണെന്ന് വെച്ചാൽ അത്രയും ടൈമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു 3 പീസ് മാഗി ക്യൂബ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് പാകമാണെന്ന് നോക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് എത്ര വിസിലാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 വിസിലാണ് ഇതിലിട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ബിരിയാണി വയ്ക്കുന്നത് ഒരു വലിയ കുക്കറാണ്, 12 ലിറ്ററിൻ്റെ കുക്കറാണ്. അതാണ് അങ്ങ് താഴെ കിടക്കുന്നത്. ഇനി ഒരു 5-6 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉണക്ക നാരങ്ങയാണ്. ഇത് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ്. ഇനിയിപ്പോൾ ഞാനിതിൽ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇനി നമ്മൾ കുക്കർ നന്നായിട്ട് മൂടി വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 വിസിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല പാകത്തിന് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, പാകത്തിന് നല്ല കറക്റ്റ് പാകമാണ്. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മധൂത്ത് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. മന്തിയേക്കാളും ടേസ്റ്റാണ് ഈ മധൂത്ത് ബിരിയാണി കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് മറ്റേ ബിരിയാണി പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കിയെടുക്കാനായി. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു മട്ടൻ മധൂത്ത് തയ്യാറാക്കി നോക്കുക. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മധൂത്ത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സപ്പോർട്ട് ചെയ്യുക.